നമസ്കാരം. കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് വന്നതാണ്. പ്രവാസികൾക്ക് വേണ്ടിയാണ്. കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ന്യൂസ്. അതായത് ഈ പെട്ടെന്ന് ആൾക്കാർ അറ്റാക്ക് വന്നിട്ട് മരിക്കണ, റൂമിൽ കിടന്നുറങ്ങിയിരുന്ന ആൾ പിറ്റേ ദിവസം കാലത്ത് എണീറ്റില്ല. അത് ചെറുപ്പക്കാർ, ഒരു 40-50 വയസ്സിനിടയ്ക്കുള്ള ആൾക്കാർ. സ്വാഭാവികമായിട്ടും കോവിഡിന് ശേഷം ഇങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസിൽ നമ്മളധികം ശ്രദ്ധയൊന്നും വെക്കാറില്ല. ഈവൺ നമ്മുടെ ഷുഗർ ചെക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാനുള്ള പതിവില്ല. എന്തെങ്കിലും നമുക്ക് പ്രോബ്ലംസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നെവർ മൈൻഡായിട്ട് അത് കുഴപ്പമില്ല, അല്ലെങ്കിൽ നെഞ്ചുവേദന വന്നു അത് ഗ്യാസിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മളത് വിട്ട് കളയും. ചിലപ്പോൾ നമ്മൾ വല്ല ഗ്യാസിൻ്റെ ഗുളിക വാങ്ങിച്ച് കഴിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറ് പതിവുള്ളൂ. പക്ഷെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 3-4 മാസം കൂടുമ്പോഴെങ്കിലും ഇവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മുടെ ഒരു ഷുഗർ, കൊളസ്ട്രോള് അതുപോലെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ വിചാരിക്കുന്നതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഓരോ തവണ ഇതിൻ്റെയൊക്കെ സിംറ്റംസ് കാണുമ്പോഴും നമ്മൾ നെവർ മൈൻഡായിട്ട് നമ്മൾ വിടും. അല്ലെങ്കിൽ നമ്മൾ പറയും അത് ബോർഡർ ലൈനിലാണ്, എനിക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ 10 കൂടുതലുള്ളോ 5 കൂടുതലുള്ളോ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല, അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ സമയം കണ്ടെത്തുന്നില്ല നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ചെങ്കിലും നമ്മുടെ ഹെൽത്തിൽ ബോധവാന്മാരാവണം. കാരണം നമുക്ക് എന്താ ഇന്ന് കണ്ടാൽ നമുക്ക് നാളെ എന്താ ഉണ്ടാവുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് ദൈവം വിചാരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാൻ പറയാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ, ഒരു കുറച്ച് 3-4 ആഴ്ചകൾക്ക് മുൻപ് എനിക്ക് പെട്ടെന്ന് ഒരു ഡിസിനെസ്, അതായത് ഭയങ്കര ലേസിനെസ്, ഉറക്കം വരിക, കാല് പെയിൻ എടുക്കുക, കാല് കുത്തുമ്പോൾ ഉപ്പിച്ചിടോടെ ഭയങ്കര വേദന, തലയുടെ പിന്നിൽ വേദന, അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്തത്. അപ്പോൾ നോക്കിയപ്പോൾ വൈറ്റമിൻ ഡി എത്രയാ, 4 വൈറ്റമിൻ ഡി, 32 വേണ്ട സ്ഥലത്ത് 4. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ടാബ്ലറ്റ് എടുക്കണമെന്ന്. അപ്പോൾ ഈ ഗുളികയാണ് 50,000-ൻ്റെ ഹൈ ഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗുളിക. അപ്പോൾ അത് കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്നത്, എനിക്ക് ഓൾറെഡി ഷുഗർ ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് അതിൻ്റെ പ്രശ്നമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതല്ല, സംഭവം ഇതാണ്. കണ്ട, അത് ഇതുപോലത്തെ ഒരു ഗുളികയാണ്. ആഴ്ചയിൽ ഒരെണ്ണം. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ സ്വയമായിട്ട് ചികിത്സിക്കുകയല്ല ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ പറ്റി ഡോക്ടർമാരെ കണ്ടൊന്ന് ചികിത്സിക്കുക. ഈ വൈറ്റമിൻ ഡി കുറയാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സൈറ്റിൽ വർക്ക് ചെയ്യുന്നവർ പോലെയല്ല, സൂര്യപ്രകാശം തീരെ കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് മിക്കവാറും ഈ വൈറ്റമിൻ ഡി ഒക്കെ 10 താഴേക്ക് ഉണ്ടാവാറ് പതിവ്. പക്ഷേ അത് നെവർ മൈൻഡായിട്ടാണ് എടുക്കുക. പക്ഷേ നമ്മളത് ചെയ്യാൻ പാടില്ല. ചെറിയ എന്തെങ്കിലും തട്ടിലെ മുട്ടിലൊക്കെ ഉണ്ടായാൽ നമ്മുടെ എല്ലുകളോ അതൊക്കെ പൊട്ടാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ബോഡി പെയിൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊന്നും നമ്മൾ നിസ്സാരമായിട്ട് കാണരുതെന്നാണ് ഞാൻ പറയുന്നത്. ടെസ്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അല്ലാതെ ഒരു നെഞ്ചുവേദന വന്നു അത് ഗ്യാസിൻ്റെ ആയിരിക്കും വിചാരിച്ചിട്ട് കുറച്ച് ജീരകം എടുത്ത് കഴിച്ചു, അങ്ങനെയുള്ള പല കേസുകളിലും പിന്നീട് അവർക്ക് അറ്റാക്കൊക്കെ വന്നിട്ട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ബഹ്റിനിൽ തന്നെയുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നല്ല പൈസ ആയതുകൊണ്ട് ആൾക്കാർ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് പോവുക. അപ്പോൾ സർക്കാർ ആശുപത്രികളുടെ കാര്യം ഇവിടെ അറിയാം. ഇവിടെ അത്ര വലിയ നല്ല ചികിത്സയൊന്നും അല്ല എന്നുള്ളത്, പേരൊന്നും ഞാൻ പറയണില്ല ഹോസ്പിറ്റലിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും പല പ്രവാസികളും ചെക്കപ്പിനൊന്നും പോകാത്തത് അത്രയും പൈസ കൂടുതൽ വീട്ടിലേക്ക് അയക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. അവരുടെ ഉദ്ദേശം നല്ലതാണ്. പക്ഷേ ആ ഉദ്ദേശത്തിന് ചിലപ്പോൾ അവർക്ക് അവരുടെ ജീവിതം തന്നെ വില കൊടുക്കേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് സ്വന്തം ഹെൽത്തിൽ ശ്രദ്ധിക്കുക. എന്തെങ്കിലും പ്രോബ്ലംസ് നമുക്ക് ശരീരത്തിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്കപ്പ് ചെയ്യുക, അതിന് വേണ്ട മെഡിസിൻസ് എടുക്കുക. കാരണം നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി നാട്ടിൽ പോയിട്ട് സെറ്റിലാവാന്നൊക്കെ വിചാരിച്ചിട്ടാണ് വരിക. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 10, 20, 30 വർഷം ഇവിടെ തന്നെ പെട്ട് പോവാണ്. അപ്പം നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് അവർക്ക് വേണ്ടി ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. അത് ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരായാലും സൈറ്റിൽ വർക്ക് ചെയ്യുന്നവരായാലും അതിൽ ഒരു ഉപേക്ഷ വിചാരിക്കരുത്. ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഒരു മാസം മുൻപ് എൻ്റെ സുഹൃത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് നാട്ടിൽ പോയി അറ്റാക്ക് വന്നിട്ട് ആളിതുപോലെ ചെക്കപ്പ് ഒന്നും ചെയ്യില്ല, എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പറയാം എനിക്ക് ആ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന്. പക്ഷേ ഇപ്പോൾ കുറച്ച് കൂടുതലായി കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ആൾക്കില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ. ഒരു 38 വയസ്സോളം ആയിട്ടുള്ളൂ. നമ്മൾ നമ്മുടെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് നാടും വീടൊക്കെ വിട്ട് ഇവിടെ വന്ന് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ വളരെ ആരോഗ്യത്തോടെ നമ്മുടെ ഫാമിലിയുടെ ഒപ്പം ജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ടെങ്കിൽ ചെക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് അത് ഇന്നാവാം നാളെ ആവാം എന്ന് മാറ്റി വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അത് നാളേക്ക് നീട്ടി വെക്കേണ്ട, ഇന്ന് തന്നെ പോയി ചെക്ക് ചെയ്യുക. നാളെ നീളെ കേട്ടിട്ടില്ലേ? നമ്മുടെ ലൈഫിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. ഒരു കാര്യം ഓർക്കുക, നമ്മളെ ശ്രദ്ധിക്കാൻ നമ്മളേ ഉള്ളൂ.
എല്ലാവർക്കും നല്ലത് വരട്ടെ.